ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ മണ്ണിനടിയിൽ പെട്ടിട്ട് ഇന്നേക്ക് 8ാമത്തെ ദിവസമാണ്. ഇതുവരെ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു തരത്തിലുള്ള എന്താ പറയുക, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെളിവും കാര്യങ്ങളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് എന്നുള്ള, അർജുൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ എന്താണ് അർജുൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും, നമ്മൾ മലയാളികൾ ഒന്നടങ്കം എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സഹോദരനെ ജീവനോട് കൂടി തന്നെ നമുക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മലയാളികളാണല്ലോ നമ്മൾ. കാരണം നമ്മളെന്നും ഇപ്പോൾ രാവിലെ എണീറ്റാൽ ആദ്യം നോക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അർജുനെ പറ്റിയാണ്. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ, നമ്മളെല്ലാവരും ലൈഫ് ഫോണായാലും ടി വി ആയാലും ഒക്കെ ആദ്യം നോക്കുന്നത് അർജുനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ അർജുനെ പറ്റിയിട്ട് വേറൊരു ഡ്രൈവർ അർജുനെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു വ്യക്തി പറയുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് ഏറെക്കുറെ അത് ശരിയാണ്, ആ ഒരു രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തോന്നി. ആ ഒരു വോയിസ് നിങ്ങളും കൂടി കേട്ടോക്കെ, നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് കൂടി പറയണേ. വർഷ, ഞാൻ കായംകുളം സ്വദേശിയാണ്. ഞാൻ ഒരു ഡ്രൈവറാണ്. ഞാൻ എല്ലാ വാഹനവും ഓടിക്കും. ഞാൻ മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ്. മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ്. മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത്. സാർ, എൻ്റെ ഒരു ഗസ്സിങ് ആണ്. അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. വാഹനത്തിന് നല്ല വെയിറ്റ്, ഒരു 28-30 ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു. ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിന്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു. മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട്. അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല. ആ റോഡിലോട്ട് മണ്ണ് വീണു. മലയിലോട്ട് ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ടിറങ്ങി ചരിവുണ്ടായി. വെള്ളം വീണ് നല്ല വഴുക്കലുണ്ടാവും. നല്ല കട്ടിങ്ങും ഗ്രാവലും ഒക്കെ നല്ല വഴുക്കലുണ്ടാവും. അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കലുണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി, മല നിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരുങ്ങി പോയിട്ടുണ്ടാവണം. ആ GPS ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ, വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മല നിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ. അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ വാഹനം ഉണ്ടാവും. കാരണം ആ ചരിവുണ്ടായത് കാരണം, മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി. അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട്. ആ ചതിപ്പ് പോലെ ആയത് കാരണം ചരിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി. ആ വണ്ടി ആ മണ്ണ് ലൂസായത് കാരണം. ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല. ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം സ്റ്റാർട്ടായത്. വണ്ടി മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ, അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം സ്റ്റാർട്ടായത്. ആ പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ആവില്ല. അവിടെ ഒരിക്കലും എയർ സർക്കുലേഷൻ കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം പറയുന്നതിൽ ഒരുപാട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു പക്ഷേ ലോറി ആ ഒരു മലയോട് ചേർത്തിട്ടാണ് പാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അർജുൻ അതിൻ്റെ ഉള്ളിലാണ് കുടുങ്ങിപ്പോകാൻ സാധ്യത കൂടുതൽ, അല്ലേ? അതിനോട് ചേർത്തിട്ടാണ് അർജുൻ അത് പാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചാരെയുള്ള ഭാഗത്താണ് അർജുൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു ഇതില്ലേ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ആ ഒരു സൈഡും കൂടി അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, നമ്മൾ പല ടൈമിലും നമ്മുടെ ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ വോയിസ് നമുക്ക് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തും കൂടി നമ്മൾ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാലോ, അല്ലെ? നമ്മൾ ഒരു വഴിയുള്ള
അന്വേഷണങ്ങൾ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. എവിടെയാണോ നമുക്കൊരു സാധ്യത തോന്നുന്നത് ആ ഒരു വഴിക്ക് അന്വേഷിക്കണം. കാരണം ഇന്ന് കെട്ടാൻ നാളായി ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാവൂലേ. ചെറിയൊരു കുഞ്ഞ് ആ ഒരു എന്താ പറയുക, അർജുൻ്റെ ആ ഒരു ഭാര്യയുടെ വോയിസ് കേട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ മനസ്സിലാവും. നമുക്കൊന്നും ഒരിക്കലും അത് താങ്ങാനോ ഇരിക്കാനോ പറ്റാത്ത തരത്തിലുള്ള ഒരു വോയിസാണ്. ആ ഒരു പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും വിഷമം തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പറഞ്ഞതുപോലെ ആ ഒരു ഡ്രൈവർ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു വോയിസ് പോലെ നമ്മൾ ആ ഒരു ഭാഗത്തും കൂടി അന്വേഷണം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുകയാണെങ്കിലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലും കൂടി അന്വേഷണം നടക്കട്ടെ എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഈ വോയിസൊക്കെ എന്താ പറയുക അധികാരികളുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഒരു രീതിയിലേക്ക് കൂടിയിട്ട് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ അർജുന് വേണ്ടിയിട്ട്, നമ്മുടെ അർജുൻ എന്ന സഹോദരന് വേണ്ടിയിട്ട് നമ്മളെല്ലാ മലയാളികളും ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജീവനോട് കൂടി തന്നെ നമ്മുടെ അർജുന് നമുക്ക് എല്ലാവർക്കും